ഇന്ന് രാവിലെ ആയിരുന്നു കാട്ടിക്കുളം പുളിമൂട് കുന്നിൽ വെച്ച് ഒരു വയോധികരെ കാട്ടാന ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിരുന്നത്. രാത്രി എത്തിയ കാട്ടാന ഈ ജനവാസ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. വെച്ചാൽ ദൃക്സാക്ഷി നമ്മോടൊപ്പം ചേരുന്നു. ചേട്ടാ, എത്ര മണിക്കായിരുന്നു എത്തിയത് കാട്ടാന? തട്ടിയതാ. ആ. തട്ടിയത് ഒരു 10-10:30 ആയിട്ടുണ്ടാവും. ആ. 10:30 ആ. എന്ന് കൃത്യസമയം അറിയില്ല. ആ. 10-10:30 ആയിട്ടുണ്ട്. എങ്ങനെ എങ്ങനെ സംഭവിച്ച? അത് ഈ ഫോറസ്റ്റുകാർ വന്ന് എല്ലാം പടക്കെല്ലാം പൊട്ടിച്ച് ഓടിച്ച് കയറി പോകുമ്പോൾ ഇയാൾ വഴിക്കുന്ന എവിടെയോ തട്ടിപ്പോയി. ഇത് കയറി പോകുന്നിടത്തുനിന്ന് ഇതിൻ്റെ ഈ പറമ്പിൽ നിന്നല്ല, ഇങ്ങോട്ട് കയറി പോകുമ്പോൾ അയാൾ പെട്ടെന്ന് വരുന്നതാണ് തോന്നുന്നു. ഇയാൾ ആനയും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അയാൾ കണ്ടിട്ടില്ല. അയാളും അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അത് പെട്ടെന്ന് വന്ന് മുട്ടി. തട്ടിയ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നോ? അപ്പം തന്നെ ഫോറസ്റ്റുകാർ കൊണ്ടുപോയി. അപ്പം തന്നെ കൊണ്ടുപോയി. ഇതൊക്കെ എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് ഇത്. ആന വരുന്നത് ഇപ്പോൾ 3-4 ദിവസമായിട്ട് ദിവസം വരുന്നുണ്ട്. ഈ ചക്കയും മാങ്ങ ആയാലും ഒറ്റ ദിവസം ഒഴിയില്ല. കുരങ്ങും പന്നിയും ആനയും കൊണ്ട് ഒരു രക്ഷയില്ല. ഫോറസ്റ്റ് സജീവമായിട്ട് ഇടപെടുന്നുണ്ടോ? എപ്പോഴും വരുന്നുണ്ടോ? അവർ വരുന്നുണ്ട്, പറയും എഴുതി കൊടുത്തോ എന്ന് പറഞ്ഞു. എന്ത് എഴുതി കൊടുക്കാൻ? എഴുതി കൊടുത്ത് പോകുമ്പോൾ ചേട്ടാ വന്നിട്ടില്ല, പൈസ ഇല്ല, വന്നിട്ടില്ല എന്ന് പറയും. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇന്നലെ രാത്രി ആയിരുന്നു ആന. എത്ര മണിക്ക് എത്തിയത് അറിയോ? കൃത്യം ആന വന്ന സമയം അറിയില്ല. പോയത് ഇവിടുന്ന് കയറിപ്പോയത് ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അത്രയും സമയം വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുക. പറമ്പ് നിറച്ച് ഓടിയിട്ടുണ്ട്. വേണേ സ്ഥലം കാണിക്കാൻ. മൊത്തം ഓടിയിട്ട് ഒരു സ്ഥലം ബാക്കിയില്ല. കൊടി കാപ്പി മൊത്തം ആന ഓടിയിട്ട് പോയി. ഇവിടെ അടുത്തുള്ള ആൾ തന്നെയാണ് മരിച്ചത്? തൊട്ടടുത്ത് തന്നെ? ഇവിടെ അടുത്തുള്ള ഒരു ആദിവാസിയാണ്. അയാൾ ഇറങ്ങി വരുമ്പോഴാന്ന് തോന്നുന്നു. അത് നമ്മൾ കണ്ടില്ല. ഇവിടുന്ന് നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുന്നതാണ് കണ്ടത്. അപ്പം നമ്മളിവിടെ റോട്ടിൽ 10-15 ആളുണ്ട്. അപ്പോൾ വണ്ടിയിൽ പെട്ടെന്ന് അവർ കൊണ്ടുപോയി. പിന്നെ നമ്മൾ അറിയില്ലല്ലോ എന്താ സംഗതി. നമ്മൾ ഇവിടെ പേടിച്ചിട്ട് വീട്ടിൽ കയറിയിരിക്കുമായിരുന്നു. ആനയെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു പുറത്തിറങ്ങണ്ട. അതുകൊണ്ട് നമ്മൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൂടെ ഒക്കെ അതിൻ്റെ ഞാൻ ചവിട്ട് കാണിച്ചു തരാം. മുറ്റത്ത് കൂടെ എല്ലാം നടന്നിട്ടുണ്ട്.